അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, നമുക്കൊന്ന് ഈ മാറാട് കലാപത്തിന്റെ ആ നാളുകളിലേക്കൊക്കെ ഒന്ന് പോകേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അന്ന് ആയുധം കണ്ടെടുക്കാൻ മാറാട് പള്ളിക്കകത്തേക്ക് പോലീസ് ചെല്ലുന്നുണ്ട്. അവിടെ പോലീസിനെ വലിയൊരു ആൾക്കൂട്ടം തടയുകയാണ്. പ്രത്യേക സമുദായത്തിൽപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ നിരയെ നിർത്തിക്കൊണ്ടാണ് പോലീസിന്റെ ആ നീക്കം ചെറുക്കുന്നത്. പക്ഷേ ആ പ്രതിഷേധം അവഗണിച്ചുകൊണ്ട് പോലീസ് പള്ളിക്കകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന കാഴ്ച പിന്നീടുണ്ടാകുകയാണ്. അങ്ങനെ വന്നാൽ വളരെ കൃത്യമായി എന്താണ് മാറാട് കലാപത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ടത്, എന്താണ് നടന്നത് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ഒരു ചിത്രം പുറത്തു വരും. അത് മണത്തറിഞ്ഞ ലീഗ് നേതൃത്വം ഇദ്ദേഹത്തെ നേരിട്ട പള്ളിയിലേക്ക് അയക്കുകയും നിസ്കരിക്കാൻ എന്ന വ്യാജേന അതിനകത്ത് കയറി ആ പള്ളിയിലുണ്ടായിരുന്ന ആയുധങ്ങൾ, തെളിവുകൾ മുഴുവൻ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയായിരുന്നോ കാര്യങ്ങൾ? ഇപ്പോൾ ഹാഷിം അരിയിൽ പറയുന്നത് പോലെ തികച്ചും മതേതര മുഖമുണ്ടായിരുന്ന ഒരാൾ തന്നെയായിരുന്നോ അദ്ദേഹം? അല്ല, അവിടെ സംഭവിച്ചത് അന്ന് മാറാട് പള്ളിക്കകത്തേക്ക് കോഴിക്കോട്ടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, അത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ട്, ADM ആണെന്നാണ് എൻ്റെ ഓർമ്മ, പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കയറാൻ ശ്രമിച്ചപ്പോൾ അവിടെ വലിയ തോതിലുള്ള തടസ്സമുണ്ടായി. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വന്ന് തടസ്സം നിന്നു. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ മനസാന്നിധ്യം കൈവിടാതെ അവരെ വകഞ്ഞു മാറ്റി ആ തടസ്സങ്ങൾ നീക്കം ചെയ്ത് ഉള്ളിൽ കടക്കുകയും അവിടെ വെച്ച് ധാരാളം ആയുധങ്ങൾ ആ പള്ളിക്കകത്ത് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. അതേ തുടർന്ന് ആ പള്ളി സീൽ ചെയ്തു. കാരണം അതൊരു ഗൂഢാലോചന നടന്ന, അത് ആയുധങ്ങൾ ശേഖരിച്ച് വെച്ച കേസിലെ ഒരു നിർണായക തെളിവായ ഒരു സ്ഥലമായിരുന്നു അത്. പക്ഷെ പിന്നീട് ഈ കേന്ദ്രമന്ത്രി വന്ന് അവിടെ കടന്ന് ആ പോലീസ് അവിടെ പൂട്ടിവെച്ചിരുന്ന പള്ളിക്കകത്തേക്ക് കടന്ന് അതിൻ്റെ അകത്ത് നിസ്കരിച്ച സാഹചര്യമുണ്ടായി. സത്യത്തിൽ അത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ ബന്ദോബസ്തിൽ വെച്ച സ്ഥലമായിരുന്നു. ഒരു വലിയ കൂട്ടക്കൊല നടന്ന ഒരു സ്ഥലത്ത് ഒരു ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു. അത് വളരെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ കേസ് അന്വേഷണം, പോലീസ് സംവിധാനങ്ങൾ, ഇതിൻ്റെയൊക്കെ അവരൊക്കെ പാലിക്കുന്ന ചില മുൻകരുതലുകളുണ്ട്. ആ മുൻകരുതലുകളുടെ ലംഘനമായിരുന്നു അന്ന് അവിടെ നടന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, യാഷിൻ മാലിക്കും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും തമ്മിൽ ആ ഫോട്ടോ എൻ്റെ കയ്യിൽ വശമുണ്ട്. അത് എല്ലാവരും കണ്ട ഫോട്ടോ ആണ്. വർഷങ്ങളായി കാണുന്ന ഒരു ചിത്രമാണത്. യാഷിൻ മാലിക് പ്രധാനമന്ത്രിയെ കാണുന്നത് അദ്ദേഹത്തെ അതെ, അതിൻ്റെ ചരിത്രമുണ്ട്. അത് യാഷിൻ മാലിക്കിനെ ക്ഷണിച്ചിട്ടാണ് പോയത്. എന്തിനാണ് ക്ഷണിക്കാൻ കാരണം? 2006 ഈ ഹാഫിസ് സെയ്ദിനെ പാകിസ്ഥാനിൽ പോയിട്ട് കണ്ടു ഈ യാഷിൻ മാലിക്. എന്നിട്ട് ചർച്ച നടത്തി. 2006 യാഷിൻ മാലിക് പാകിസ്ഥാനിൽ പോയി ഈ ഹാഫിസ് സെയ്ദുമായി ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയതിന് അദ്ദേഹത്തോട് അയാൾ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വിളിച്ചു എന്നാണ്. പിന്നീട് 2008 ഇതേ ഹാഫിസ് സെയ്ദാണ് ബോംബെയിൽ ഭീകരവാദ ആക്രമണം നടത്തിയത്. അപ്പോൾ ഹാഫിസ് സെയ്ദുമായി ബാക്ക്ഡോർ ഡിസ്കഷൻ നടത്തി സമാധാനം കൊണ്ടുവരാൻ, കാശ്മീരിൽ സമാധാനം കൊണ്ടുവരാൻ ഹാഫിസ് സെയ്ദുമായി ചർച്ച നടത്തി. എന്നിട്ട് അതിനെ അയാൾ അഭിനന്ദിക്കാൻ വിളിച്ചു എന്ന് പ്രധാനമന്ത്രി. ഇത് യാഷിൻ മാലിക് പറഞ്ഞതാണ്. ഇന്നും കോൺഗ്രസ്സുകാർ നിഷേധിച്ചിട്ടൊന്നുമില്ല, പ്രധാനമന്ത്രിൻ്റെ ഓഫീസും നിഷേധിച്ചിട്ടില്ല. അപ്പോൾ നോക്കൂ, എത്ര ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ എത്ര മോശപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അതിൻ്റെയൊക്കെ പരിണിത ഫലമാണല്ലോ 2008 തീവ്രവാദി ആക്രമണം. അതായത് നമ്മുടെ ഹൈ സെക്യൂരിറ്റി മേഖലയായ ബോംബെ നഗരത്തിൽ. കാരണം മഹാരാഷ്ട്ര പോലീസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് പറഞ്ഞാലും, ഏത് പാർട്ടി ഭരിച്ചാലും മഹാരാഷ്ട്ര പോലീസ് ATS എന്ന് പറഞ്ഞാൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പം നമുക്ക് ഓർമ്മയുണ്ടാവും, കോഴിക്കോട് ട്രെയിനിൽ ഒരു വിദ്വാൻ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തല്ലോ. അവൻ എന്നിട്ട് 3 ആൾ ട്രെയിനിൽ നിന്ന് ചാടി, 3 പേര് മരിച്ചുപോയി. അവൻ ഇവിടുന്ന് പോയി, അവൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, അവിടുന്ന് അവൻ വേറൊരു ട്രെയിനിൽ കയറി. എന്നാൽ അവനെ രത്നഗിരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ആരാ അറസ്റ്റ് ചെയ്ത്? മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്തു.
അപ്പം മഹാരാഷ്ട്ര ATS വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന, മഹാരാഷ്ട്ര പോലീസ്, മുംബൈ പോലീസൊക്കെ വളരെ ജാഗരൂകരായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം അവർക്ക് ഈ തീവ്രവാദത്തെ നേരിട്ട് നല്ല തഴക്കവും പഴക്കവും ഉണ്ട്. പക്ഷേ എന്നിട്ടും അവരെ പോലും വേണ്ട രീതിയിൽ ഇൻഫർമേഷൻ കൊടുക്കാൻ, ഇങ്ങനൊരു ബോട്ട് കടലിൽ കണ്ടിട്ടുണ്ട് എന്ന സൂചന കിട്ടിയിട്ടും ഈ മഹാരാഷ്ട്ര പോലീസിന്, മുംബൈ പോലീസിന് വേണ്ട രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്ത് അവരെ അലർട്ടാക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കോർഡിനേഷൻ്റെ പരാജയമാണ്. കാരണം പണ്ടൊരു ചൊല്ലുണ്ട് നാട്ടിൽ, മോന്തായം വളഞ്ഞാൽ 64 വളയുന്നു. ഒരു വീടിൻ്റെ ഏറ്റവും മുകളിലെ ആ മരം, ഓടിട്ട വീടിൻ്റെ വളഞ്ഞു പോയാൽ ബാക്കിയെല്ലാം വളയും. അപ്പോൾ ഈ മൻമോഹൻ സിംഗിൻ്റെ ആഫീസിൽ തന്നെ ഈ ജാതി തീവ്രവാദികളെ കയറ്റി സൽക്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ സംഭവിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഉറപ്പാണ്, 2004 മുതൽ 2014 വരെ ഇന്ത്യ ഭരിച്ച UPA സർക്കാർ, കോൺഗ്രസ് സർക്കാർ, സോണിയാഗാന്ധി നേതൃത്വം കൊടുത്ത സർക്കാർ, അങ്ങനെ പറയണം. കാരണം മൻമോഹൻ സിംഗ് ഒരു റബ്ബർ സ്റ്റാമ്പായിരുന്നു, അങ്ങോട്ട് വലിയ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് ആ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ആ ഗവൺമെൻറ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല. ആഭ്യന്തര സുരക്ഷയ്ക്ക്, അതിർത്തി സുരക്ഷയ്ക്ക്, രാജ്യരക്ഷയ്ക്ക് അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ലായിരുന്നു. അവർ നല്ലവണ്ണം പൈസ ഉണ്ടാക്കി. കൽക്കരി കുംഭകോണം 1,85,000 കോടി രൂപ, 2G സ്പെക്ട്രം 1,75,000 കോടി രൂപ, 80,000 കോടി രൂപയുടെ കോമൺവെൽത്ത് അഴിമതി, ആദർശ് ഫ്ലാറ്റ് ഇങ്ങനെ എല്ലാ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു. എല്ലാ മേഖലയിൽ നിന്നും പണം കോരിയെടുത്തു. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ 2G കഴിഞ്ഞു, 3G കഴിഞ്ഞു, 4G കഴിഞ്ഞു, 5G കഴിഞ്ഞു. നമ്മൾ 6ലേക്ക് പോകാമെന്നാണ് കേട്ടത്. ഇപ്പോൾ 5Gയിൽ വന്നു. 5G ലേലത്തിൽ എന്തെങ്കിലും അഴിമതി നടന്നോ? 4G ലേലത്തിൽ എന്തെങ്കിലും അഴിമതി നടന്നോ? എന്തെങ്കിലും നടന്നോ? 3G ലേലം നടന്നോ? ഇതൊന്നും നടന്നില്ല. ഇന്നും കൽക്കരി എല്ലാ കൊല്ലവും ലേലം ചെയ്യുന്നില്ലേ? കൽക്കരി പാടങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ? വല്ല അഴിമതിയും എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇവിടെ ഒരു കോമൺവെൽത്ത് അഴിമതിക്ക് ഒരു കോമൺവെൽത്ത് നടത്താൻ വേണ്ടി ഡൽഹിയിൽ കുറേ സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാക്കിയ വകയിലാണ് സുരേഷ് കൽമാടി കോൺഗ്രസ്സുകാരും കൂടി ആയിരക്കണക്കിന് കോടി രൂപ അടിച്ചു മാറ്റിയത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ 60,000 കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കി. എത്ര ലക്ഷം കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഹൈവേ മഴക്കാലത്ത് അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും പൊളിഞ്ഞാൽ വലിയ ബഹളം ഉണ്ടാക്കുന്നവരൊന്ന് ആലോചിക്കണം. ഒരു നയാ പൈസയുടെ അഴിമതി ആരോപണം നിതിൻ ഗഡ്കരിക്കെതിരെയോ കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിനെതിരെയോ കൊണ്ടുവരാൻ ആർക്കും സാധിച്ചിട്ടില്ല. മഴ പെയ്താൽ മൺസൂൺ വരുമ്പോൾ പല സ്ഥലത്തും പണി നടക്കുന്ന പല സ്ഥലത്തും ഹൈവേ ഇടിയും. ഇനി പണി കഴിഞ്ഞ സ്ഥലത്തും ഇടിയും. കാരണം അത് മൺസൂണിൻ്റെ ശക്തിയാണ്. അത് റിപ്പയർ ചെയ്യുന്നു, അവരത് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ ചെലവാക്കിയതിനേക്കാൾ 10 ഇരട്ടി അല്ലെങ്കിൽ 20 ഇരട്ടി പൈസ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റും വേണ്ടി ഈ 12 വർഷമായി മോഡി സർക്കാർ ചെലവാക്കുന്നു. അവരൊന്നും കാണിക്കാത്ത അഴിമതി ഇവർ കാണിച്ചില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ 10 വർഷം ഇന്ത്യയുടെ ഇരുണ്ട യുഗമായിരുന്നു. ഇരുണ്ട 10 വർഷം അഴിമതിയും അക്രമവും തീവ്രവാദവും എല്ലാം കണ്ട് ജനങ്ങൾ നടുങ്ങി വിറങ്ങലിച്ച് നിന്ന 10 വർഷമായിരുന്നു 2004 മുതൽ 2014 വരെ. ഇന്നതിൻ്റെ കഥകളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പലരും ആ മുങ്ങുന്ന കപ്പലിൽ നിന്ന് ചാടി തുടങ്ങിയിട്ടുണ്ട്.